ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തുടങ്ങി ഹിസ്ബുള്ളയും ഇറാനും ശേഷം യുദ്ധമുഖത്തേക്ക് റഷ്യയും കടന്നുവരുന്ന സൂചനകൾ ശക്തമാകുമ്പോൾ പ്രത്യക്ഷത്തിൽ ഇസ്രായേലിനൊപ്പം പിന്തുണ അറിയിച്ച് അമേരിക്കയും രംഗത്ത് വന്നു. അതൊരിക്കലും അമേരിക്ക ക്രിസ്ത്യൻ രാജ്യമായതുകൊണ്ടോ ഇസ്രായേൽ ഒരു ജൂതരാഷ്ട്രമായതുകൊണ്ടോ അല്ല. തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ ഹമാസും ഹിസ്ബുള്ളയും ലക്ഷ്യം വെക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ആയതുകൊണ്ടാണ്. ഇസ്രായേൽ നടത്തുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ്. യുദ്ധ നിയമങ്ങൾ കാറ്റിൽ പറത്തി 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ നരനായിട്ടിൽ കൊല്ലപ്പെട്ടത് 1200 ഇസ്രായേൽ പൗരന്മാരാണ്. 250ലധികം ആളുകളെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി 5431 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കിയും സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചതും ഇസ്രായേൽ അതൊന്നും മറന്നിട്ടില്ല. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും പാലസ്തീനിൽ നിന്ന് ഹമാസും യമനിൽ നിന്ന് ഹൂതികളും തുടങ്ങി മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നാകെ ഇരു കോണുകളിൽ നിന്നും അഴിച്ചുവിടുന്ന ഭീകരപ്രവർത്തനങ്ങൾ യഹൂദരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വസ്ഥതയോടും സമാധാനത്തോടും മുന്നോട്ടു പോകുന്ന ക്രൈസ്തവ രാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തുക കൂടിയാണ് ചെയ്യുന്നത്. ഇസ്രായേലിനെ ആക്രമിച്ചവരെ ആരെയും ഇസ്രായേൽ വെറുതെ വിട്ടിട്ടില്ല. അതൊരിക്കലും സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുമില്ല. പേജർ ആക്രമണത്തിലും വാക്കി ടോക്കി ആക്രമണത്തിലും ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഹിസ്ബുള്ളയുടെ തീവ്രവാദികളെ മാത്രമായിരുന്നു. ലെബനനിൽ കരയുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ സാധാരണ ജനങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സകല യുദ്ധ നിയമങ്ങളും ലംഘിച്ച് ലെബനനിലെ പൗരന്മാരുടെ ഇടയിൽ ഒളിച്ചിരുന്ന് അവരുടെ വീടുകളിൽ മിസൈലുകളും ബോംബുകളും നിറച്ച് സാധാരണക്കാരെ ബന്ദികളാക്കിയത് ഹിസ്ബുള്ളയാണെന്ന കാര്യം പല മാധ്യമങ്ങളും മനഃപൂർവ്വം മറച്ചുവെച്ചു. ലെബനനിലെയും പാലസ്തീനയിലെയും സാധാരണക്കാരുടെ ഇടയിൽ ഒളിച്ചിരുന്ന് ആക്രമണം അഴിച്ചുവിട്ടിരുന്നവരെ പ്രതിരോധിക്കാനും തകർക്കാനും അവിടം ആക്രമിക്കുക എന്നല്ലാതെ ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. ഇസ്രായേൽ നടത്തിയ ഓരോ ആക്രമണങ്ങളും ഏറെ സൂക്ഷ്മതയോടും കൃത്യതയോടുമാണ് കൈകാര്യം ചെയ്തത്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ളയെയും അനുയായികളെയും കീഴ്പ്പെടുത്തിയപ്പോഴും സാധാരണ സിവിലിയൻസിന് അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ സൂപ്പർസോണിക് ജെറ്റുകളുടെ സഹായത്തോടെ നസ്രള്ളയുടെ ലൊക്കേഷൻ കൃത്യമായി ടാർഗറ്റ് ചെയ്തായിരുന്നു ഇസ്രായേലിൻ്റെ അറ്റാക്ക്. അവസാനമായി ഇറാൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസംഗം വ്യക്തമാക്കുന്നതും ഇസ്രായേൽ എതിരിടുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ യഹൂദരെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന തീവ്രവാദികളെ മാത്രമാണ് എന്നതാണ്.